അപ്പം ഇന്ന് നമുക്ക് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ എങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 3 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, 2 തണ്ട് വേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു ചട്ടിയിലേക്ക് 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, പിന്നെ നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളി കൂടി ചേർക്കാനുണ്ട്. പുളി നമ്മൾ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതുവരെ അടുപ്പത്ത് വെച്ചിട്ടില്ല, നമ്മളിത് ചട്ടി പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാ പൊടികളും എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് അടുപ്പത്ത് വെച്ച് കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമുക്കിനി വറവ് ഇത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം.